അങ്ങനെ ജൂൺ സെഷൻ UGC നെറ്റ് എക്സാം എഴുതിയ കാൻഡിഡേറ്റ്സിൻ്റെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നോർമലി നമ്മളൊരു എക്സാം UGC നെറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യാറുണ്ട്, പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ സെഷനിൽ എക്സാം കഴിഞ്ഞിട്ട് ഇത്ര സമയമായിട്ടും, ജൂണിൽ എക്സാം കഴിഞ്ഞിട്ട് ഇത്രയും സമയമായിട്ടും അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെതായ കുറേ കാരണങ്ങളുണ്ടായിരുന്നു. കാരണം എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ എക്സാംസിനെതിരെ വളരെ വ്യാപകമായിട്ടുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. അതായത് പേപ്പർ ലീക്ക് ഉൾപ്പെടെ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് അതേപടി റിപ്പീറ്റഡ് ആയി, ക്വസ്റ്റ്യൻസിൽ പ്രിൻറ്റിങ് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ഇത് കുറേ ആരോപണങ്ങളുണ്ടായിരുന്നു. പക്ഷേ NTA ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല. അപ്പം നമുക്കറിയാം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് UGC നെറ്റ് എക്സാം പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ അവർക്കെതിരെ റീസെൻ്റ്ലി കുറേ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആവാം അവർ ഇത്രയും സമയമെടുത്തിരിക്കുന്നത്. എന്തു തന്നെയായാലും ഇന്ന് അവരെന്ത് ചെയ്യാണ്, ഇതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യാം എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രസ് റിലീസ് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ രജിസ്റ്റർ നമ്പറും ഇത് വെച്ച് ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. പല കാൻഡിഡേറ്റ്സും അത് ചെയ്യാറില്ല. അപ്പോൾ എന്താണ് റെസ്പോൺസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻസിനും നമ്മളതിന് ഏത് ഓപ്ഷനാണ് കൊടുത്തത് എന്നുള്ളൊരു PDF ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുക, നമുക്ക് എന്തിനും കൂടി യൂസ്ഫുൾ ആകും. നമുക്ക് സപ്പോസ് ഈ വർഷം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ഈ വരുന്ന വർഷങ്ങളിൽ നമുക്ക് അതിനെ വെച്ചിട്ട്, അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പം പ്രൊവിഷണൽ ആൻസർ കീ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ റെസ്പോൺസ് ഷീറ്റും അതേപോലെ UGCയുടെ ആൻസർ കീയും വെച്ചിട്ട് നമുക്ക് താരതമ്യം ചെയ്തിട്ട് നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം കൂടി ചെയ്യാം. ഇനി UGC പബ്ലിഷ് ചെയ്ത പ്രൊവിഷണൽ ആൻസർ കീയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചസോ ഉന്നയിക്കാനുണ്ടെങ്കിൽ അതിനൊരു സമയം UGC കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 16 മുതൽ ഓഗസ്റ്റ് 18 വരെയാണ്. അപ്പം ആൻസർ കീയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ ആൻസർ കീ തെറ്റാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്കതിനെ ചലഞ്ച് ചെയ്യാം. പക്ഷെ അങ്ങനെ ചലഞ്ച് ചെയ്യുമ്പം അതിനൊരു ഫീ ഉണ്ടെന്ന് കൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഓരോ ക്വസ്റ്റ്യനും ഒരു ഫിക്സഡ് ഫീ NTA ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഫീ അടച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആൻസർ കീനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ആൻസർ കീ ഇത്രയും ഡിലേ ആയ സ്ഥിതിക്ക് ഇനി എല്ലാവരുടെ സംശയം എന്ന് പറയുന്നത് റിസൾട്ടും ഇത്ര തന്നെ ഡിലേ ആവുമോ എന്നാണ്. അപ്പം ആൻസർ കീ വന്നു കഴിഞ്ഞാൽ പൊതുവേ എന്ത് ചെയ്യാറില്ല, റിസൾട്ട് വരാൻ അധിക സമയം എടുക്കാറില്ല. കാരണം ആൻസർ കീക്ക് ഇത്രയും ഡിലേ ആയതുകൊണ്ട് തന്നെ NTA എന്ത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, നമ്മൾ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ പബ്ലിഷ് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ റിസൾട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ കൂടുതൽ എന്തായാലും സമയമെടുക്കില്ല. കാരണം നമുക്ക് അടുത്ത ഡിസംബർ സെഷനിലേക്കുള്ള എക്സാമിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ NTAക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്.